ഹായ് ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളുകൾക്കും ശേഷമാണ് ഞാൻ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഇടുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ടന്റ് ഇന്ന് വന്നിട്ട് എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആണോ ചോദിച്ചാൽ സ്ട്രെയിറ്റ് ഹെയർ അല്ല, എൻ്റെ കേളി ഹെയർ ആണോ ചോദിച്ചാൽ എൻ്റെ കേളി ഹെയർ ആണ്. അത് പ്രോപ്പർ കേളി ഹെയർ അല്ല. ഇത് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളെടുത്തു. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ കേളി ഹെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുമായിരുന്നു, മുടി ചീകുമായിരുന്നു. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴാണല്ലോ ഈ CG മെത്തേഡ് ഐറ്റംസ് ഒക്കെ വൈറലായത്. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ പറയലുണ്ടായിരുന്നു CG മെത്തേഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ഓർഡർ ചെയ്തു. ഓക്കെ, CG മെത്തേഡിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്തു. പിന്നെ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു CG മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെ കുറേ പിള്ളേരുണ്ടായിരിക്കും നമ്മുടെ ഹെയർ ടൈപ്പും അതുപോലെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഇതിപ്പോൾ ഇന്നലെ ഞാൻ എത്തിയിട്ടുള്ളൂ. ഞാനിത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാമല്ലോ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ നല്ല കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള കേളി ഹെയർ ഉണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് എന്നൊന്നും അറിയുന്നില്ല. അപ്പം എൻ്റെ പോലെ തന്നെ എനിക്ക് പറ്റിയ തെറ്റ് പോലെ തന്നെ അവരെന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഇത് ഫ്രിസ്സാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഭംഗിയൊക്കെ പോവും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ സിറ്റുവേഷൻ ഇരിക്കുന്നത്. പിന്നെ പണ്ടേൻ്റെ നല്ല നല്ല ലെങ്ത്തും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഒരു ഹെയർ ടൈപ്പ് ആയിരുന്നു. പിന്നെ ഞാനത് സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറേ കൊഴിഞ്ഞു പോയി. അവസാനം ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മേലെ കൂടെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടി, ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്തു, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ. അത് ഫസ്റ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വളരുമ്പോൾ ഇവിടെ ചുരുണ്ടിട്ടും ഇവിടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ളൊരു വൃത്തികെട്ടൊരു ഫോർമാറ്റിലേക്ക് മാറി. അങ്ങനെ ഞാനത് അവിടെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്തിട്ട് ഞാൻ ബോയ് കട്ടാക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ. കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നുമില്ല, സുഖമായിട്ട് കുളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തല ഇങ്ങനെ തോർത്തിയാൽ മതി, ഇത്രേ ഉള്ളൂ. ഷോർട്ട് ഹെയർ ആക്കി. പിന്നെ ഞാൻ വിചാരിച്ച് വീണ്ടും ലോങ് ആക്കി. ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഫ്രിസി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കതൊരു ഇത് കിട്ടില്ല, ഒരു ലുക്ക് കിട്ടില്ല. എൻ്റെ ലുക്കിന് അത് ഓക്കെ ആവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് വീണ്ടും സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതിയെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുള്ള കേളി ഹെയറിന് എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. കാരണം എല്ലാവർക്കും കേളി ഹെയർ ഉണ്ടാവില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സിറ്റുവേഷൻ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒരു മിനി പാക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് വാങ്ങിച്ചു. ഓക്കെ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ പ്രോസസ്സും സ്റ്റെപ്പുകളുണ്ട്. അപ്പം എനിക്കറിയില്ല ഇത് ആക്ച്വലി എങ്ങനെയാണ് ചെയ്യണേന്ന്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. പരിശ്രമിച്ച് ഇടുകിൽ വശത്തിലാക്കാൻ തക്കവണ്ണം എന്തിനേയും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. പരിശ്രമിക്കാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇപ്പം എന്നെപ്പോലുള്ള ഒരു ബിഗിനർ ആണെച്ചെങ്കിൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ കാണിച്ചു തരാം. ഇതാണ് ഇപ്പം എൻ്റെ ഹെയർ നിൽക്കുന്നത്. ഞാൻ ചീന്തിയിട്ടൊന്നുമില്ല. മിനിഞ്ഞാന്ന് പോയിട്ടൊരു സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ സ്പാ. ഇന്നലെ ഒരു ഒഡീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊരു ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നല്ല നിൽക്കുന്നത്. കുറച്ച് ചുരുണ്ടിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് ഫ്രിസി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ. ഓക്കെ, ഈ പ്രോസസ്സുകൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലെ ബുക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്നാണ്. കാരണം എനിക്ക് വലിയ പിടുത്തമില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ കവർ അയക്കുകയാണേ. എപ്പോഴും നിങ്ങൾ ഒരു മിനി പാക്കറ്റ് വാങ്ങിക്കുക. ഓക്കെ, മിനി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് റിയലി സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫസ്റ്റേ നമ്മൾ മിനി വാങ്ങിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഷാമ്പു. ഓക്കെ, ഇത് ഷാമ്പു. ഇതിങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ടിപ്പ് ടാപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് ഒഴിക്കുക. ദെൻ
നെക്സ്റ്റ് പ്രോസസ് കണ്ടീഷണർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കേൾ ഡിഫൈനിങ് ക്രീം. ഇതെല്ലാം ഒരു പാക്കേജ്, ഒരു മിനി പാക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഹെയർ ജെല്ലി. ഓക്കെ, ഈ 4 എണ്ണമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പോയിട്ട് തല കഴുകിയാലോ? ഫസ്റ്റ് ഇവർ പറഞ്ഞിട്ടുള്ളത് നനഞ്ഞ മുടിയിൽ ഷാമ്പു നന്നായിട്ട് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യണം എന്നാണ്. സോ ഫസ്റ്റ് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ കുറച്ച് ഷാമ്പു എടുത്ത് കയ്യിലാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം തലയിൽ. എന്നിട്ട് ചെറുതായിട്ട് വെള്ളത്തിൽ കഴുകി കളയണം. എന്നിട്ട് വേണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റൂട്ട്സിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് കുറച്ച് ബെറ്റർ ആയിരിക്കും. മുടിയൊക്കെ കൊഴിയും കേട്ടോ. മുടിയൊക്കെ കൊഴിഞ്ഞൊക്കെ ഇരിക്കും. ഇറ്റ്സ് നോർമൽ, ഡോണ്ട് വറി. പക്ഷെ കൂടുതൽ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാണ്. നോർമലി കൊഴിയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് ഇവർ പറഞ്ഞിട്ടുള്ളത് കണ്ടീഷണർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം 3-5 മിനിറ്റ് വരെ വെക്കുക. എന്നിട്ട് കഴുകി കളയാം. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷണർ വേഗം വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പ്രസ്സിലേ കണ്ടീഷണർ വരുന്നുണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നു. ഗൈസ്, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്കിത് കഴുകി കളയാം. ഓക്കെ, സെക്ഷനാക്കി ഡിഫൈനിങ് ക്രീം ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് സ്ക്രഞ്ച് ചെയ്യണം എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഇതൊരു കണ്ടീഷണറിൻ്റെ ഫോർമാറ്റിൽ വരുന്ന കണ്ടീഷണറിൻ്റെ സെയിം ഫോർമാറ്റാണ് കേട്ടോ ഡിഫൈനിങ് ക്രീമിന്. ഓക്കെ, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഒരു പാർട്ട് എടുക്കുന്നത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്രഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ മെല്ലെ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഒന്നോ ഗൈസ്, ഇഫ് യു ക്യാൻ ഹിയർ. ഓക്കെ, 4 സെക്ഷനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. സോ ഇതിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് സ്ക്രഞ്ച് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, സോ ദിസ് ഈസ് ജെൽ. ഷാമ്പൂവിൻ്റെ പോലെ വരുന്നതാണ് ജെല്ല്. ഓക്കെ, ജെല്ലിതാ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ജെല്ലും നമുക്കിങ്ങനെ തേച്ചിട്ട് ജെല്ലും ഇങ്ങനെ തേക്കുക, സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഉണങ്ങിയിട്ട് എന്താണെന്ന് നോക്കാം. ഗൈസ്, ഇതൊരു 60% ഡ്രൈ ആയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ കേൾസ്. ആക്ച്വലി ഇംപ്രസ്ഡ്. ഓക്കെ, മീൻസ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നോക്കി, എനിക്കത്ര വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ലുക്കിംഗ് ഗുഡ്. ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയിൽ ഡെഫിനിഷനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് സ്ക്രഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ മെത്തേഡൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ നൈസ്. ഇപ്പോൾ ഒരു 90% ഉണങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ലുക്ക് സോ ഗുഡ്. ഒരു 90% ഉണങ്ങിയപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ മുടിയുടെ അവസ്ഥ. ഇനിയും താഴെയൊക്കെ ഉണങ്ങാണ്ടായിരുന്നു. പക്ഷേ നല്ല ഭംഗിയിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ചുരുള മുടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവൻ ദോ ഏത് മുടി ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ഹെയർ ആയിക്കോട്ടെ, ചുരുള മുടി ആയിക്കോട്ടെ, വേവ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഹെയറിനെ ഇഷ്ടപ്പെടുക കേട്ടോ. ഇഷ്ടപ്പെട്ട തന്നെ പകുതി പ്രോബ്ലം സോൾവ് ആയി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് കേളി ഹെയർ ആണ് വെച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.